ഇവിടെ ആരുമില്ലേ? കനകന്റെ വീട് ഇതല്ലേ? കനകനുണ്ടോ ഇവിടെ? ഇല്ല, ഓഫീസിൽ പോയിരിക്ക. ആരാ കനകന്റെ? ആരാ? വൈഫാണ്. പേരെന്താ? ജമന്തി. എനിക്ക് കനകനെ കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ജമന്തി. എന്താ കാര്യം? ഞാൻ പറയാം. ഇല്ല, എനിക്കത് കനകനോട് നേരിട്ട് പറയാനുള്ള കാര്യം ഞാൻ കനകനോട് നേരിട്ട് പറഞ്ഞോളാം. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. പേരെന്താ? എന്റെ പേര് സിനീന. എന്താ കാര്യം? എനിക്ക് കനകനെ കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ജമന്തി. അതല്ല, എന്താന്ന് വെച്ചാ ഞാൻ പറയാം. ഇല്ല, കനകനോട് നേരിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ ഞാൻ കനകനെ കണ്ട് ഡയറക്റ്റ് തന്നെ പറഞ്ഞോളാം. സിനി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി, കനകനെല്ലാം മനസ്സിലായിക്കോളും. ഓഫീസിൽ കാണുമോ? ഇപ്പൊ പോയാല് ഓഫീസിൽ നിന്ന് കാണാൻ ഞാൻ അവിടെ ഉണ്ടാവുമായിരിക്കും. ഇനി എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും അറിയില്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ 5 മണി കഴിഞ്ഞ് വരാം. എന്തായാലും എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 5 മണി കഴിഞ്ഞ് വരാം. എങ്ങും പോകരുതെന്ന് പറയണേ. ഞാൻ എന്തായാലും 5 മണി കഴിയുമ്പോൾ വരും. എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറയണം. ഇത്ര അത്യാവശ്യമാണെങ്കിൽ എന്നോട് പറയാം. അത്യാവശ്യമാ ജമന്തി, പക്ഷെ എനിക്കിത് കനകനോട് നേരിട്ട് പറയാനുള്ളതാ. ജമന്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ല, എന്താന്ന് വെച്ചാ വരുമ്പോ പറയാലോ. വരുമ്പോ സിനി വന്നു പറഞ്ഞാ മതി. കനകന്റെ അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല. ക്ലീറ്റസ് ഇവിടെ എവിടെ താമസിക്കുന്നേ? അവിടെയാണോ? ആളുണ്ടോ അവിടെ? അറിയില്ല. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. എനിക്ക് ക്ലീറ്റസിനെയും കൂടെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നിട്ട് വരാം. കനകൻ വരുമ്പോ പറയാൻ മറക്കരുത്. സിനി കേട്ടോ, എല്ലാം അറിയാം കനകന്. ഞാൻ അവിടെ നിന്ന് പോയിട്ട് വരാം. ക്ലീറ്റസിന്റെ വീടല്ലേ ഇത്? അതെ. ക്ലീറ്റസ് ഉണ്ടോ ഇവിടെ? അയ്യോ, ക്ലീറ്റോ ഇല്ലല്ലോ. അയ്യോ കഷ്ടം. ഞാൻ അവിടെ കനകനെ കാണാൻ വന്നപ്പോ കനകനും അവിടെ ഇല്ല. ഇവിടെ വന്നപ്പോ ക്ലീറ്റസും ഇവിടെ ഇല്ല. എന്തെങ്കിലും കാര്യം സാധിക്കാനാണെങ്കിൽ പാർട്ടി ഓഫീസിൽ ചെന്നാൽ മതി. ഈ സമയത്ത് അവിടെ ഉണ്ടാവും. പാർട്ടി ഓഫീസിൽ നിന്ന് കാണേണ്ട കാര്യമില്ല. ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്. എനിക്ക് ക്ലീറ്റസിനോട് നേരിട്ട് പറയാനുള്ളതാ. പേഴ്സണലോ? എനിക്ക് നേരിട്ട് സംസാരിക്കണം ക്ലീറ്റസിനോട്. എന്നോട് പറഞ്ഞോ? നിങ്ങളാരാ? ഞാൻ ക്ലീറ്റോന്റെ ഭാര്യയാ. ക്ലീറ്റസിന്റെ ഭാര്യയോ? എന്തേ? നിങ്ങളോ? എന്തേ? ഞാൻ വിശ്വസിക്കില്ല. അയ്യേ, അതെ. ക്ലീറ്റസിന്റെ ഭാര്യ സങ്കല്പവേ ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ ക്ലീറ്റസിന്റെ ഭാര്യ എന്ന് പറയാൻ ഞാൻ വിശ്വസിക്കുക? ക്ലീറ്റസിന്റെ ഭാര്യ സങ്കല്പം ഇതല്ലായിരുന്നു. അതല്ലേ? പിന്നെ എങ്ങനെയായിരുന്നു? അത് കുറച്ച് വെളുത്ത് സുന്ദരിയായ ഇതുപോലൊക്കെ ഇരിക്കുന്നൊരു പെണ്ണായിരുന്നു. കണ്ണാടി നോക്കാറില്ലല്ലേ ചേച്ചി? എന്താ? കുറച്ച് മുടിയിലോട്ടും കൂടിയാണെങ്കിൽ വാരിത്തേക്കായിരുന്നില്ലേ? എന്താ ഇങ്ങനെ വീട്ടിൽ വരുന്ന സ്ത്രീകളോട് ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നേ? അതെ, എന്നെ ക്ലീറ്റോ സ്നേഹിച്ച് കിട്ടിയത് എന്റെ പുറകെ നടന്നപ്പോ സൗന്ദര്യ സങ്കല്പം ഇതെല്ലാന്നൊന്നും നിങ്ങൾ പറയണ്ട. ബെസ്റ്റ്. ക്ലീറ്റസ് പുറകെ നടന്ന് പ്രേമിച്ച് കിട്ടിയ മുതലാ ഇത്. നിങ്ങളിപ്പോ എന്ത് കാര്യത്തിലേ വന്നേക്കണേ? ക്ലീറ്റോനെ കാണാനൊന്നും പറ്റില്ല കേട്ടാ. എനിക്ക് ക്ലീറ്റസിനെ കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കലേണ്ടാവുള്ളൂ. ക്ലീറ്റോനെ കാണാൻ പറ്റില്ല. എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. നിങ്ങളോട് പറയാൻ പറ്റില്ല. എനിക്ക് ക്ലീറ്റസിനോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ഇത് എന്ത് കളിയത്? ക്ലീറ്റസിന് അറിയാം. സിനി എന്ന് പറഞ്ഞാൽ അറിയാം. ക്ലീറ്റസിന് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ പോയിക്കേ. അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ കാണാൻ വന്നാണോ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇത് എന്ത് പാട്? ക്ലീറ്റോ ഇവിടെ ഇല്ല. എവിടെ ഉണ്ടെന്ന് പറ, ഞാൻ അവിടെ പോയി കണ്ടോളാം. എന്തിനീ പാട് പറഞ്ഞ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പറഞ്ഞോളാം. ക്ലീറ്റസിനോട് പറയേണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എവിടെ പോയാൽ കാണാൻ പറ്റും? എനിക്കറിയില്ല. അതെ, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ക്ലീറ്റസ് അവിടെ ഇരിക്കുന്നേ. ഇടയ്ക്ക് ഞാൻ ഉത്തരത്തിന്റെ മോളിൽ കയറ്റി. ശരി, വാഴക്കൊല പൊഞ്ഞിട്ട് വെക്കുമായിരിക്കും. നിങ്ങളല്ലേ പെണ്ണുമ്പിള്ള, അതും ചെയ്യില്ല അപ്പുറവും ചെയ്യും. എനിക്ക് ക്ലീറ്റസിനെ കാണണം. ഇപ്പൊ പഞ്ചായത്ത് ഓഫീസിൽ എവിടെ ഉണ്ടെന്നിട്ട് പാർട്ടി ഓഫീസിൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം. പാർട്ടി ഓഫീസിലൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല. പാർട്ടി ഓഫീസിൽ എവിടെ ചെന്നാ കാണാൻ പറ്റുന്ന കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മോ, കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് നിക്കിയ സ്ത്രീയെ ക്ലീറ്റോനെ ഇപ്പൊ കാണാൻ കണ്ടിട്ടില്ല. എന്തേ ക്ലീറ്റസ് ഒളിച്ചു പോയോ? ഇങ്ങനത്തെ സാധനത്തിൻ്റെ ഒക്കെ എങ്ങനെ ജീവിക്കും? ഒളിച്ചോടി പോയി കാണും. അത് തന്നെ സംഭവം. ഇങ്ങോട്ട് നോക്കി, ക്ലീറ്റസിനെ എവിടെ പോയാൽ കാണാൻ പറ്റും? എനിക്ക് കണ്ടിട്ടേ പറ്റുള്ളൂ. കാണാതെ ഞാൻ പോകത്തില്ല. കാണാൻ പറ്റില്ല. കാണണം. എനിക്ക് കാണാതെ പോകാൻ പറ്റില്ല. എനിക്ക് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് നോക്കി, അവിടെ പോയി പാർട്ടി ഓഫീസിൽ പോയി കാണട്ടെ. അങ്ങോട്ട് നോക്കാം, എന്റെ മുഖത്തോട്ട് നോക്കാം. പാർട്ടി ഓഫീസിൽ പോയി കാണട്ടെ. പാർട്ടി ഓഫീസിലില്ല. പിന്നെ ഞാൻ എവിടെ പോയി തപ്പണം? അറിയില്ല. തപ്പുപാല ഇട്ട് നോക്കാം. നല്ല ബെസ്റ്റ് ഭാര്യ. ഭർത്താവ് എവിടെ പോയതാന്ന് അറിയില്ല പോലും. നല്ല ബെസ്റ്റ് ഭാര്യ. എന്റെ ഒക്കെ കെട്ടിയന്മാർ എവിടെ പോകുന്നത് എനിക്കറിയാം. എന്ത് ഭാര്യ ഇത്? കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് ഇങ്ങനെ വെക്കാൻ മാത്രമല്ല, എന്തിനു കൊള്ളാം. അതെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, ക്ലീറ്റസിന് എവിടെ പോയി കാണാൻ പറ്റും? എനിക്കറിയില്ല.
പാർട്ടി ഓഫീസിൽ പോയി കാണാൻ പറ്റുമോ? പാർട്ടി ഓഫീസിലൊന്നും ഇപ്പൊ പോവാറില്ല. ഇനി അവിടെ ചെന്ന് വെറുതെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തായാലും ക്ലീറ്റസിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ക്ലീറ്റസിനെ കണ്ടുപിടിച്ചിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. എന്താണ് എന്തേ എന്തൊക്കെ മാറ് എന്താ ഒരു സന്തോഷം? ഒരു സന്തോഷം സന്തോഷം എന്താ? ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ഉമ്മറത്തൊക്കെ ഇങ്ങനെ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ പിന്നെ അതൊരു സന്തോഷമല്ലേ? അല്ല, സാധാരണ ഭയങ്കര ക്ഷീണമൊക്കെ ആണല്ലോ. ക്ഷീണം തന്നെയാ. ഇന്ന് എന്തായാലും ഒരു സന്തോഷം ഉണ്ടെന്ന് മുഖത്ത്. സന്തോഷിക്കുന്നല്ലേ വേണ്ടത്. എന്താണ് കാര്യം? പറ, എന്നോട് പറ. എന്നോട് പറ. എന്താണ്? ആരാ സിനി? സിനിയോ? അതന്നെ ഞാനും ആലോചിക്കണം. ആരാ ഈ സിനി? എന്ത്? അല്ല, അവളിന്ന് ഓഫീസിലും വന്ന് തന്നെ അന്വേഷിച്ചിട്ട്. ഓഫീസിൽ വന്നോ? ആ. പിന്നെ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ വന്നോ? അല്ല പിന്നെ ഇവിടെ വന്ന് എന്തിനാ വന്നേന്ന് എന്നോടാണോ ചോദിക്കണേ? നിങ്ങൾക്കല്ലേ അറിയണേ. അപ്പൊ എന്തിനാ വന്നത് നിനക്കങ്ങ് ചോദിച്ചൂടെ? ആ, ഞാൻ ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു നിങ്ങളോട് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. അപ്പൊ അത് കറണ്ടിന്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. പിന്നെ കറണ്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഏട്ടന്റെ ഭാര്യയാന്ന്. അപ്പൊ എന്നോട് പറയാലോ കറണ്ടിന്റെ കാര്യമാണെങ്കിൽ. അത് പറയാം. പിന്നെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് അവളോടല്ലേ ചോദിക്കണ്ട്. അവള് പറയാത്തന്നെ ഞാനെന്ത് ഉത്തരവാദിയാണ്? നിങ്ങൾ ചുമ്മാ കളിക്കല്ലേ, കാര്യം പറയേണ്ട അടുത്ത്. ഞാൻ എന്ത് പറയാനാണെന്ന് എനിക്കെന്തറിയും? ഞാൻ അറിയാത്ത എന്ത് കാര്യം നിങ്ങൾക്ക് ഉള്ളത്? എടീ, ഒന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലും ഈ ഓഫീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കും. അതിപ്പോ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്നോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലീറ്റോ ചേട്ടനെ അന്വേഷിച്ച എന്തിനാ? ക്ലീറ്റോയെ അന്വേഷിച്ചോ? അപ്പൊ ക്ലീറ്റസ് എന്തെങ്കിലും ഒപ്പിച്ച് കാണും. ആരാ എന്താ ഒപ്പിക്കണേന്നൊക്കെ ആർക്കാ അറിയണേ? നീ എന്തോ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്. പിന്നല്ലാതെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് ഓഫീസിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ എന്താ കാര്യം? ആരൊക്കെ അറിയാം? എന്റെ അടുത്ത് അഭിനയിക്കല്ലേ കൂടുതല്? നീ എന്താണ് ഒരുമാതിരി ഇല്ല, മാറില്ല. കാര്യം പറ എന്റെ അടുത്ത്. എന്തെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാതെ ഒരു പെണ്ണെങ്ങനെയാന്ന് ഇവിടെ കയറി വന്നേ? ഞാൻ എന്റെ ജമന്തി, ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇത് ആരാണ് ഈ സീനിന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അല്ലാതെ ഒരു പെണ്ണ് ഇവിടെ കയറി വരുമോ? എന്റെ അടുത്ത് ധൈര്യത്തോടെ സംസാരിക്കോ? നീ ഇനി ഇതിന്റെ പേരിൽ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ കേട്ടാ. ഞാൻ അറിയാത്ത എന്തോ കാര്യം നിങ്ങൾക്കുണ്ട്. എന്ത് കാര്യടി? ഞാൻ എന്തായാലും നീ സാധിച്ചോ? അല്ലെങ്കിൽ പിന്നെ അവക്കും നിങ്ങൾക്കും ഒന്നും എന്റെ അടുത്ത് പറയാൻ പറ്റുള്ളല്ലോ. എനിക്ക് അറിഞ്ഞൂടാന്ന്. എനിക്ക് ഈ സിനീനെ അറിയില്ല. എന്താണ് അവളുടെ വിഷയം എന്താന്ന് പറഞ്ഞൂടാ. പിന്നെ വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണത് എന്തിന്? പിന്നെ ഞാൻ ആരുടെ അടുത്ത് പോയി ചോദിക്കണം? വഴി പോണവരോട് ചോദിക്കണം. അപ്പൊ നീ ക്ലീറ്റസിനോട് ചോദിച്ചോ? ഞാൻ എന്തിനാണ് കണ്ടവരോട് പോയി ചോദിക്കണേ? എനിക്ക് എന്റെ ഭർത്താവിനോടല്ലേ ചോദിക്കേണ്ടത്? നീ വെറുതെ വഴക്കിന് നിൽക്കലുണ്ട് എന്റെ പൊന്നു ജമന്തി. എനിക്ക് വയ്യ, അതാണ്. പറ്റില്ലല്ലോ.